കട്ട് നമസ്കാരം മാഡം. യെസ് നമസ്കാരം. യുവതിയുടെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മോർച്ചറിയിൽ ശവപ്പെട്ടി കുറിച്ചിട്ടു. എന്നിട്ട് വട്ടമാന്ന് പുറത്തിട്ടു. എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നായികയല്ലേ? പറഞ്ഞ പോലെ ഇതല്ലേ എന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണല്ലോ. എന്ത് വേണം? മേഡത്തിന് പാവാട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പാവാടയോ? എടാ പ്രൊഡക്ഷൻ ആരുമില്ലേ? കണ്ട ഇൻസ്റ്റാൾമെന്റ് അണ്ണാച്ചികളൊക്കെ എന്തിനാ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കടത്തി വിടുന്നത്? മേഡം എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ മേഡത്തിന്റെ ഷേപ്പ് മാറ്റാൻ വന്നയാള്. ആരെങ്കിലും ഒന്ന് വന്ന് ഈ ഗുണ്ടയെ പുറത്താക്ക്. അയ്യോ അല്ല മേഡം, ഞാൻ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് പാവാട ബിജു. മേക്കപ്പ് ചെയ്ത് മേഡത്തിന്റെ ഷേപ്പ് മാറ്റുമെന്നാ പറഞ്ഞേ. ഓ അത് ശരി, പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലേ. എന്താ പേരെന്ന് പറഞ്ഞത്? പാവാട ബിജു. ആ സ്ഫടികൻ ജോർജ് മാഫിയ ശശി എന്ന പോലെ പൃഥ്വിരാജിന്റെ പാവാട സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അല്ലേ പാവാട ബിജു എന്ന പേര് കിട്ടിയത്? അയ്യോ അതല്ല മേഡം, ഞാൻ മുമ്പ് എല്ലാ സിനിമ ലൊക്കേഷനിലും തുറന്നു കയറി ചാൻസ് ചോദിക്കും. ചേട്ടാ എന്തെങ്കിലും ഒരു ചാൻസ് ആണ് പ്ലീസ് ചേട്ടാ, ഒരു ചാൻസ് മേക്കപ്പ് ചെയ്യാൻ ഒരു ചാൻസ്. നിങ്ങൾക്കില്ലേ അമ്മയും പെങ്ങളും ഒക്കെ? സ്ഥിരം കാണുന്ന സിനിമാക്കാര് പറയുവാർന്ന് അവൻ പാവാട പാവാട അവൻ പാവാട ബിജു. അങ്ങനെ കിട്ടിയ പേര പാവാട ബിജു. നല്ല കെണി. എന്തായിരുന്നു മേഡത്തിന്റെ പേര്? ചൗള മേരി. അയ്യേ, നടികൾക്ക് ആരെങ്കിലും ചാളമേരി എന്ന് പേര്? ചാള മേരി അല്ലടോ, തെന്നിന്ത്യൻ നടി ചൗള മേരി. ആ ഇപ്പൊ കത്തായി, തെന്നി ഇന്ത്യൻ നടി. ഇപ്പഴെങ്ങനെ നിനക്ക് മനസ്സിലായോ ഞാൻ ആരാന്ന്? ആ മനസ്സിലായി. എന്ത് മനസ്സിലായി? കൈ നീട്ടി കളിച്ചാൽ ഇതുപോലെ കൈ നിൽക്കില്ലെന്ന് മനസ്സിലായി. എടോ നോക്കി നിൽക്കാതെ എന്നെ പിടിച്ചൊന്ന് എഴുന്നേപ്പിക്കടോ. ആ ഇന്ന് അമൂർക്കപ്പി ചേർന്നേറ്റോ. അയ്യോ അവിടെ സുഖിച്ച് നിൽക്കുവാണ്. ഇനി എന്നാരെന്നേപ്പിക്കും? ഓ മുടി നരച്ചും പേനാണല്ല, ഷാമ്പു ഒന്നും ഇടാറില്ലല്ലേ? ഈ പേൻ മാറാൻ ഞാൻ എന്ത് ചെയ്യും? വല്ലപ്പോഴും അടിച്ചു കുളിക്കണം. അത് ശരി, തോളി കയറുന്ന ചെവി കടിക്കുന്ന ദേ മിസ്റ്റർ, എനിക്ക് അഭിനയിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. നല്ല സമ്പത്തുള്ള കുടുംബമാണ് എന്റെ. ഞങ്ങളുടെ അച്ഛന്റെ കാറ് ഞങ്ങളുടെ എസ്റ്റേറ്റ് ചുറ്റാനായി രാവിലെ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയാൽ വൈകുന്നേരം ആവും അപ്പുറത്തെ അറ്റത്തെത്തുമ്പോ. ഓ എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ ഒരു തല്ലിപ്പൊളി കാറ്. രാവിലെ പുറപ്പെട്ട വൈകുന്നേരം ആയാലും എത്തൂല. കടന്നു വന്നപ്പോ ഞാൻ വിട്ടു കളഞ്ഞു. ഓ ദേ എന്നെ കളിയാക്കുന്നോ? മേക്കപ്പ് മാന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതെ, ഞാൻ വേറെ ഒരു മേക്കപ്പ് മാൻ അല്ല, ഞാൻ പഴയ സ്കൂൾ ഓഫ് ഡ്രാമയാ. സ്കൂൾ ഓഫ് ഡ്രാമ ആണോ? അതെ, സ്കൂളിലെ എല്ലാ വർഷത്തെ ഡ്രാമയിലും ഞാനുണ്ടാകും. ആ ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ല. അല്ല ബിജു, ആ ബാഗിൽ എന്തുവാണ്? ഇതെന്റെ ചോറ. ഓ എന്നും ചോറും കൊണ്ടാണോ വരുന്നേ? എന്റെ ദൈവമേ, ഇതൊരു LT ആണല്ലോ. LTയോ? ലോക തോൽവി. എന്റെ പൊന്നേ, ഇതെന്റെ മേക്കപ്പ് സാധനങ്ങളാ. ഇതുള്ളത് കൊണ്ടാണ് ഞാൻ പച്ചന് വാങ്ങിക്കുന്നത്. ഓ പച്ചരിച്ചോറ് കഴിക്കാനാണല്ലേ ഇഷ്ടം? ഓ ഒരു ഓണത്തിന് പറഞ്ഞതാ, ഇനി അതേ കയറി പിടിച്ചോ. അതെ ബിജു, എന്നെ ഒന്ന് നയൻസ് ആക്കാൻ പറ്റുമോ? ഒരാൾ 9 വയസ്സാക്കാനല്ല മാജിക് ഒന്നും ഞാൻ വെച്ചിട്ടില്ലേ. അയ്യോ അതല്ലെന്നേ, എന്നെ ഒന്ന് സിനിമാ നടി നയൻതാരയെ പോലാക്കാമോ? ഓ ഓരോരോ ഗതികേട് പരുതാലെ പിടിച്ച് നയൻതാരെ ആക്കണോ? എക്സ്ക്യൂസ് മീ, ഒരു കോഡ് വരുന്നുണ്ടേ. അയ്യോ തെലുങ്ക് ഡയറക്ടർ വേലയ്യ സാർ. ഇവന്മാർക്ക് വേറെ ഒരു പേരില്ല. ഹലോ സാർ. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. അതെ ബിജു, എന്നെ തെലുങ്ക് സിനിമയിലേക്ക് വിളിച്ചു, ഞാൻ പോണോ? എന്റെ അഭിപ്രായത്തിൽ മേഡം ഉറപ്പായിട്ടും പോണം. ഓ അതെയോ? അങ്ങനെയെങ്കിലും മലയാള സിനിമ രക്ഷപ്പെടുമല്ലോ. ഇനി അവന്മാർ ഇവിടെ വന്ന് കോടികൾ വരാൻ എനിക്കൊന്ന് കാണാം. അതെ ബിജു, ഒന്ന് ലൈൻ ഇടാമോ? ലൈൻ ഇടാമോന്നോ? അത് എന്നോട് ഒരു ലൊക്കേഷന് വന്നാൽ ഞാൻ ആദ്യമേ തുടങ്ങുന്നത് ലൈൻ ഇട്ടാണ്. എന്താണോ താൻ കാണിക്കുന്നത്? മേഡം അല്ലേ പറഞ്ഞ ലൈൻ ഇടാൻ? ഓ അതല്ല, എന്റെ കണ്ണിലൊന്ന് ഐലൈനർ ഇട്ട് തരാമോന്ന്. ഓ വെറുതെ ഒരു ലൈൻ വലിച്ചു. അതെ ബിജു, നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് നടികൾക്ക് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? കൊള്ളാം.
ഒരുപാട് ഒരുപാട് ഒരുപാട്. അയ്യേ, ഇതെന്തൊരുപാട്. എന്നാലും എന്റെ ബിജു, നിങ്ങൾ ഇത്രയും നടികൾക്ക് എങ്ങനെ മേക്കപ്പ് ഇടുന്നു? അതിന് ഒരുപാടില്ല, കുറച്ച് പാടേ ഉള്ളൂ. അത് ശരി. പിന്നെ ബിജു, ഈ ടാൻ അടിച്ച കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ 2 ഗ്ലാസ്സിൽ കൂടുതൽ അടിക്കരുത്, ഇറങ്ങും. അതല്ലേ, ഈ വെയിൽ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ടാൻ അടിക്കില്ലേ, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അതിനല്ലേ മേക്കപ്പ്. അപ്പോ എന്റെ ഈ സ്കിൻ ടോണിന് പറ്റിയ മേക്കപ്പ് എന്തായിരിക്കും? മേഡം, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. മേഡത്തിന് പാൻകേക്ക് ഇഷ്ടമാണോ? ഓ, കഴിഞ്ഞ ആഴ്ച അമ്മാവ നാട്ടിൽ 3 കിലോ കൊണ്ടുവന്ന്, എനിക്കൊന്നും ഇഷ്ടമില്ല. അതെന്താ? അയ്യേ, അത് കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ലെന്നേ, വായി വെക്കാൻ കൊള്ളത്തില്ല. അപ്പൊ ഇത് ഹെൽത്തി അല്ല, പിപിയ. പിപിയോ? പ്രപഞ്ച പരാജയം. നിന്ന് വാചം ഓടിക്കാത്തേക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തേ, അടുത്ത സീനിലുള്ള സമയമായി. അതൊക്കെ മമ്മക്കിപ്പൊ ശരിയാക്കാം മേഡം. മേഡം എന്തിനാ ടെൻഷൻ ഏൽപ്പിക്കണേ? പാവട ബിജു അല്ല ഇവിടെ നിക്കണം. അയ്യോ, എന്തു പറ്റി? അല്ല, കുഴപ്പമൊന്നുമില്ല. ഈ മേക്കപ്പ് ഇല്ലാത്ത സമയത്ത് ഞാൻ പെയിന്റിന്റെ പണിയിലായിരുന്നല്ലോ. അയ്യേ, പെയിന്റിങ്ങോ? അതെന്താ പെയിന്റിങ്ങിനൊരു കുഴപ്പം? പറഞ്ഞു വരുമ്പോ രണ്ടും ഒരേപോലെ അല്ലേ? ഇവിടെ ഞാൻ മേഡത്തിന് കുത്ത് പേസ്റ്റ് അടിക്കുന്നു, അവിടെ ചുവരിൽ പൊട്ടി അടിക്കുന്നു. ഇവിടെ പേസ്റ്റ് അടിക്കുന്നു, അവിടെ പൊട്ടി അടിക്കുന്നു. അപ്പഴേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനാ നേരത്തെ എന്റെ ബാഗ് ഒന്നും മാറിപ്പോയി. മേക്കപ്പ് ബാഗിനൊക്കെ പെയിന്റിന്റെ ബാഗ് കൊണ്ടുവന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? അല്ല, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് ഒരു റൗണ്ട് പൊട്ടി അടിക്കാം. എന്നിട്ട് ഈ 2 ഇഞ്ചിന്റെ ബ്രഷ് എടുത്ത് പെയിന്റിൽ മുക്കി ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചങ്ങ് തുടങ്ങിയാലോ? എടാ പാവട ബിജു, ഒരു കുഴപ്പമില്ലടാ. എത്ര വയസ്സായടാ? 6. എടാ ഭയങ്കര, നിനക്ക് 6 വയസ്സുള്ള നിങ്ങൾ ഈ അംഗം മുഴുവൻ കാണിച്ചത്. എടാ, 6ാമത്തെ വയസ്സിൽ എന്റെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് ഒരു മാല ഇടാൻ പറഞ്ഞപ്പോ ഓടിയ ഞാൻ. എത്ര മനോഹരമാണ്. പണ്ട് തിരുവനന്തപുരം സാഗരയിൽ സാജൻ സാഗര എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ ഈ സാജനെ തൊടാൻ ഞങ്ങൾ പോകും. കാരണം ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യനാണ്. അറിയാം, അത്ഭുതദ്വീപിലൊക്കെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് നിന്റെ പെർഫോമൻസ് ഉണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സാജനെ ഫീൽ ചെയ്തു. കാരണം അതേ ടൈമിങ്, അതേ പെർഫോമൻസ് സൂപ്പറാണ്, ഒന്നും പറയാനില്ല. മോനോட ഒരു കാര്യം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയാ മോനെ ഈ ഡയലോഗ്സ് ഇങ്ങനെ പഠിച്ച് ഓർത്തിരിക്കുന്നത്? അതമ്മ പഠിപ്പിച്ചു തരും. അമ്മ പഠിപ്പിച്ചു തന്നോ? സീരിയസ്ലി? എന്നാലും നിന്റെ കൊരപ്പം കേൾക്കാൻ നല്ല രസമുണ്ട്. അയ്യോ, ഭയങ്കര ക്യൂട്ട്. അതാണെങ്കിൽ വാരി വാരി വിതറുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൗണ്ടർ എന്താണ്, പഴുതാരെ പിടിച്ച് നയൻതാര. അയ്യോ, ആ കൂട്ടത്തിൽ അതും പറയാം. മോള് ടൈമിംഗ് നിങ്ങള് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണോ? അതോ അതെയല്ലേ? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. വാരി വാരി വിതറും. മോനോட പേര് മാത്രം അറിയത്തില്ല. തനൈ. ഏത് ക്ലാസ്സിലാ മോനെ? 1. 1ാം ക്ലാസ്. മോളേത് ക്ലാസ്സിലാ? 9th. ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ നിങ്ങൾ രണ്ടുപേരും. കട്ട ടൈമിങ്ങും. കാരണം സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു ഇതാണെങ്കിലും ഭയങ്കര ഒരു വലിയ പ്രോ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലത്തെ ടൈമിങ്ങും പെർഫെക്ഷനും സൂപ്പർ. താങ്ക് യു. താനും ഭയങ്കര പ്രോ ആണ്. അല്ല, ശ്വേതയൊക്കെ ആദ്യം പറഞ്ഞില്ലേ മണിമുത്താന്ന്. വെറുതെ അല്ല. മണിമുത്ത് നല്ല പറയേണ്ടത്, Now we know. അതൊക്കെ മേലെ. അവരൊന്നും മനസ്സിലാവുന്നില്ലടാ. മോനേടാ, നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല, സത്യം പറയാം. താങ്ക് യു. Love you, ചക്കരേ. Love you. I love you. തിരിച്ച് പറയടാ, ഒരു I love you പറയടാ. ഐ ലവ് യു. താങ്ക് യു. ചോദിച്ചു വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെറ്റിൽ നിന്ന് നമ്മുടെ സെറ്റിലേക്ക് തിരിച്ച് വരണ്ടേ? അന്നാ നീ ഇങ്ങനെ പറഞ്ഞു, കോമഡി മാസ്റ്റേഴ്സ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കോമഡി മാസ്റ്റേഴ്സിൽ കുഴപ്പമില്ല. ഈ പണ്ട് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയായില്ല എന്നതിന് ശേഷം ഈ കുഴപ്പം ഇനി സോഷ്യൽ മീഡിയ ഭരിക്കട്ടെ. അത് ഭയങ്കര കരുനാക്കായി പോയി. അടിപൊളി. അതെ, അല്ലേ, ശരിയല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആയല്ലേ നമ്മുടെ ഷോ കണ്ടിട്ട്? ഞാൻ ആലോചിക്കായിരുന്നു 6 വയസ്സിൽ ഇത്രയും ടാലന്റ് ഉണ്ടെങ്കിൽ യോ വളർന്നു വരുമ്പോ ഒരുപാട് പെമ്പിള്ളേർ നിന്റെ പുറകിന് വരും. മോനെ അലിനെയൊക്കെ സൂക്ഷിച്ചോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇത്രയും കമന്റ്സ് പറയുമ്പോൾ ഞങ്ങളുടെ ഷോയിനൊരു വിജയം പോലെയാണ്. പിന്നെ ഞങ്ങൾക്ക് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനി നമ്മൾ ഇത്രയും ചിരിച്ചതിന് ബാറ്ററി എത്രത്തോളം കയറി എന്നുള്ളത് നോക്കണ്ടേ? ചാർജ് ഇവന്റെ ബാറ്ററി 1 ലക്ഷം കഴിയും തോന്നുന്നു. അയ്യോ, അത്രയൊക്കെ പറഞ്ഞാൽ നീ കാശ് കൊടുക്കേണ്ടി അതെ, ആവേശം കുറച്ചോ? ഞാൻ ചിലപ്പോ അങ്ങ് പറഞ്ഞു കളി. ശരി,
കരുൺചേട്ടൻ പറയുന്നത് 1 ലക്ഷം കഴിയും. രൂപ കരുൺചേട്ടൻ ബെറ്റുണ്ടോ എന്നത് 1 ലക്ഷം കഴിഞ്ഞാൽ വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ലാതെ ബെറ്റ് വെക്കണ്ട. എന്തായാലും കാശെല്ലാം കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ഇവിടെ ബാറ്ററിയിൽ എത്ര വരുന്നു? കരുൺചേട്ടന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വാഗ്ദാനങ്ങൾ ഒരുപാട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയിൽ എത്രയാണോ വരുന്നത് അതിന്റെ ബാക്കി നമ്മുടെ കരുൺ ചേട്ടൻ. അത് എലി അങ്ങനെ പറഞ്ഞത് പുള്ളി കൊടുക്കൂല, അല്ലെങ്കിലും അങ്ങനെ കുത്തി കുത്തി പറയണ എന്തിനാണ്? ഇനി നമുക്ക് എന്നാ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഇനി ഇത് കണ്ടിട്ടേ ഉള്ളൂ. മക്കളെ തിരിഞ്ഞു നോക്കിക്കോ, നിങ്ങളുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. കനനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ കനനിറയെ പണമൊഴുകണ കടി. ഇനി വെറും 70,000 രൂപ കൊടുത്താൽ അല്ല, ഇത് 30,000 ആണോ 3 ലക്ഷം ആണോ? കിളിപോയി. കണ്ണം പിടിക്കുന്നുണ്ട്. Alright, ഇപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഞങ്ങളുടെ ബാങ്ക് ഓഫ് ബോംബെ ആയ ശ്വേത ചേച്ചി ഈ 30,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ചേച്ചി പ്ലീസ്. ബാക്കി പുള്ളിയുടെ ബാക്കി അത് നമുക്ക് കഴിഞ്ഞ് ബാങ്ക് ഓഫ് പൊറോട്ട. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം. പൊളിച്ചെടുക്കണം. ഇതുപോലെ വരുന്ന ടീമുകളൊക്കെ ചിരിപ്പിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ.